കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞു വെച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലിംഗനം ചെയ്ത് ഷഹാദത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്ന രംഗമാണ്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഇരുവരികളിലായി അണിനിരന്നുകൊണ്ട് കഅബാലയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രകൃതി പോലും കോരിത്തരിച്ചുപോയ നിമിഷങ്ങൾ. അവർ മുമ്പോട്ട് നടക്കുകയാണ്. തക്ബീർ ധ്വനികൾ ഉച്ചത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മലഞ്ചെരുവുകൾ പ്രതിധ്വനിച്ചിരിക്കുന്നു. ആളുകൾ അത് കേൾക്കുന്നു, പകച്ചു നിൽക്കുന്നു. കഅബാലയത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാക്കൾ കേട്ടു, സാധാരണക്കാർ കേട്ടു, വിദേശികളും സ്വദേശികളും കേട്ടു. മുമ്പിൽ നടക്കുന്നവരെ അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് ശക്തി കേന്ദ്രങ്ങൾ. പുണ്യമക്കയിൽ നല്ലൊരു ശക്തി പ്രകടനം വിജയകരമായി അവർ പൂർത്തിയാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലെ നിത്യ സന്ദർശകനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള 6 വർഷക്കാലമത്രയും ഇസ്ലാമിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് താൻ ശ്രമിച്ചത്. ഇനി അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഇതുവരെ ഞാൻ കുഫറിലായിരുന്നു. കുഫറിലായിക്കൊണ്ട് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈമാനിലായി കൊണ്ടും പോകും. മക്കയിലെ തെരുവുകളിൽ, മണൽ പ്രദേശങ്ങളിൽ, അവിടെയെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി ഓടി നടന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് നടന്നത്. ഇസ്ലാമിനെ പരസ്യമാക്കുന്നതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല പങ്കുവഹിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചവർ കഠിനമായ പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. തനിക്കും കിട്ടണം പീഡനം. പീഡനം സഹിക്കുന്നതിന്റെ പുണ്യം വിവരിക്കാനാവില്ല. ആ പുണ്യം തനിക്കും കിട്ടണം. തന്നെ ആര് മർദ്ദിക്കും, തന്നെ ആര് പീഡിപ്പിക്കും, ആരിൽ നിന്നെങ്കിലും അതേറ്റുവാങ്ങണം. പീഡനങ്ങളുടെ അധികാരിയാണ് അബൂജഹൽ. തന്നെയും അബൂജഹൽ മർദ്ദിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വാതിലിൽ ശക്തിയായി മുട്ടി. വാതിൽ തുറന്നു. അബൂജഹൽ പുറത്തു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശബ്ദമുയർത്തി പറഞ്ഞു: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂജഹൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായൊന്ന് നോക്കി. എന്നിട്ട് വാതിൽ വലിച്ചടച്ച് ഒന്നും സംസാരിച്ചില്ല. പീഡനം നടന്നില്ല, മർദ്ദനവും നടന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരാശയോടെ മടങ്ങുകയാണ്. പല പ്രമുഖന്മാരുടെയും വീടുകളിൽ കയറി നോക്കി. ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പ്രഖ്യാപിച്ചു. ആരും പ്രതികരിച്ചില്ല. ഒരു വാക്കുപോലും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. നിരാശയോടെ വീണ്ടും മടങ്ങിപ്പോന്നു. ജമീൽ ഇബ്നു മഅമർ ഒരു ഖുറൈശി പ്രമുഖനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ ചെന്ന് കണ്ടു. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പറഞ്ഞു. അയാൾ ധൃതിയിൽ നടന്നു കഅബാലയത്തിലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളുടെ പിന്നാലെ നടന്നു. ഇരുവരും കഅബാലയത്തിലെത്തി. ധാരാളം ആളുകൾ അവിടെയുണ്ടായിരുന്നു. അവരോട് ജമീൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഉമർ പിഴച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയും വിളിച്ചു പറഞ്ഞു. ജമീൽ ഇബ്നു മഅമർ പറഞ്ഞത് കള്ളമാണ്. ഉമർ സത്യമതം സ്വീകരിക്കുകയാണ് ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് സത്യസാക്ഷ്യ വചനമാണ്. ജനം ഇളകി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാടി വീണു. അടിയോടടി തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു നന്നായി കൈവീശി അടിക്കുന്നുണ്ട്. കുറെ സമയം ഇത് തുടർന്നു. ഒരു വൃദ്ധൻ അതുവഴി കടന്നു വന്ന് അയാൾ വിളിച്ചു പറഞ്ഞു: എന്ത് നാണം കെട്ട പണിയാണിത്? ഇത്രയും ആളുകൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുകയോ? അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വഴി സ്വീകരിച്ചു. അതിന് നിങ്ങൾക്കെന്താ നഷ്ടം? അദിയ ഗോത്രക്കാർ നിങ്ങളെ വെറുതെ വിടുമോ? അത് കേട്ടപ്പോൾ ആളുകൾ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണം മക്കയിലാകെ ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ വീട്ടിലും അതാണ് സംസാരം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ക്ഷമിക്കാൻ പഠിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളെ ക്ഷമയുടെ പാഠമാണ് പഠിപ്പിക്കുന്നത്. ക്ഷമാശീലം പരിശീലിക്കുക, അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു. അനുസരണയും അച്ചടക്കവും പഠിപ്പിച്ചു. മക്ക പട്ടണം മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ്. സഹനം, ത്യാഗം, ക്ഷമ, അങ്ങനെ നിരവധി ഗുണങ്ങൾ സ്വായത്തമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം നാനാ ദിക്കുകളിലേക്കും വ്യാപിച്ചു. യസ്രിബിൽ നിന്ന് ആളുകൾ വന്നു.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിച്ചു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് മുസ്ലിങ്ങൾ യസ്രിബിലേക്ക് ഹിജറ പോയി. ഒരു സംഘം ആളുകളോടൊപ്പമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ പോയത്. പല പ്രമുഖ വ്യക്തികളും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർ ഖുബായിലെത്തി അവിടെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതും പ്രതീക്ഷിച്ചിരുന്നു. വരട്ടെ, വന്നിട്ടൊന്നിച്ച് യസ്രിബിലേക്ക് നീങ്ങാം. ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നു. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എത്തി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും എത്തിച്ചേർന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാണ് കടന്നുപോയത്. പിന്നെ മദീന പ്രവേശനം, ചരിത്രം കൗതുകപൂർവം രേഖപ്പെടുത്തിയ മഹാസംഭവം. ഹിജ്റ, മക്കയിൽ നിന്ന് യസ്രിബിലേക്കുള്ള മാറ്റം. യസ്രിബിന്റെ പേര് മാറി മദീനത്തുൻ നബവിയായി. ഒരു സമൂഹം അതിന്റെ അടിത്തറ പണിയുകയാണ്. ഭദ്രമായ അടിത്തറയാണ് വേണ്ടത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാം. ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഹിജ്റ വന്നവർ ചരിത്രത്തിലെ മുഹാജിറുകളായി, എക്കാലവും വാഴ്ത്തപ്പെടുന്ന മഹാന്മാരായി മാറി. അവരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തവർ അൻസാറുകൾ എന്ന പേരിൽ എക്കാലവും വാഴ്ത്തപ്പെട്ടു. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം, ആ ബന്ധം കാലഘട്ടത്തെ രോമാഞ്ചമണിയിച്ചിട്ടുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി സാഹോദര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. മദീനയിലെ ജൂതന്മാരും ക്രൈസ്തവരും മുസ്ലിം സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സാഹോദര്യം, എന്തൊരു സ്നേഹം, എന്തൊരു പരസ്പര വിശ്വാസം. വിശ്വാസത്തിന്റെ അദൃശ്യ ശക്തിയാണ് അവരെ നയിക്കുന്നത്. പ്രവാചകനോടുള്ള ആദരവ്. ഇതുപോലൊരു നേതാവ് ആദരിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ചു, സന്ധിയുണ്ടാക്കി. സുപ്രധാന കാര്യങ്ങളിലെല്ലാം കൂടിയാലോചന നടക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ പ്രത്യേകം പരിഗണിക്കപ്പെട്ടു. ബദർ യുദ്ധരംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി ശോഭിച്ചു നിന്നു. 313 പേരുടെ സൈന്യം, പ്രതിയോഗികൾ 1000-ൽ പരം. അദിയ് ഗോത്രക്കാർ യുദ്ധത്തിനെത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭയന്നിട്ടാവാം ആരും വരാത്തത്. ചരിത്ര നിഗമനം അങ്ങനെയാണ്. തന്റെ ബന്ധുവായ ആസിം ഇബ്നു മുഗൈറ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി നേർക്ക് നേരെ യുദ്ധം നടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ബദർ യുദ്ധഭൂമിയിൽ മക്കയുടെ വലിയ നേതാക്കന്മാരാണ് വധിക്കപ്പെട്ടത്. ഉക്കാള് ജന്തയിലെ പല കൂട്ടുകാരും വധിക്കപ്പെട്ടിരുന്നു. 70 പ്രമുഖന്മാരുടെ അന്ത്യം. അള്ളാഹുവിന്റെ സഹായത്താൽ ഇതൊക്കെ സാധ്യമായി. ബദറിന്റെ പ്രതികാരമായിരുന്നു ഉഹദ്. 3000 വരുന്ന ശത്രുക്കൾ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ഉഹദിലെത്തി. ഒരു കൂട്ടം യോദ്ധാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലയുടെ മുകളിൽ നിർത്തിയിരുന്നു. താഴ്വരയിലാണ് യുദ്ധം നടക്കുന്നത്. ശത്രുക്കൾ മല കയറി വരാൻ ഇടവരരുത്, കൽപ്പന കിട്ടുന്നതുവരെ സ്ഥലം വിടരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. യുദ്ധം പൊട്ടി. മുസ്ലിം സൈന്യം ആഞ്ഞുപൊരുതി. ശത്രുക്കളെ തുരത്തിയോടിച്ചു. ശത്രുക്കൾ ഓടിയകന്നു. അവർ ഉപേക്ഷിച്ചു പോയ യുദ്ധമുതലുകൾ മുസ്ലിം സൈന്യം ശേഖരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മലമുകളിലുള്ളവർ സ്ഥലം വിട്ടു. അവരുടെ നേതാവ് തടഞ്ഞിട്ടും അധികം ആളുകൾ അനുസരിച്ചില്ല. അല്പം ചിലരൊഴികെ എല്ലാവരും സ്ഥലം വിട്ടു. ഇത് വലിയ അബദ്ധമായി. തോറ്റോടുന്ന ശത്രു സൈന്യം ഇത് കണ്ട് മല കയറി വന്നു. അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളെ വധിച്ചു. താഴെ യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുന്ന മുസ്ലിങ്ങളെ ആക്രമിച്ചു. നിനച്ചിരിക്കാത്ത നേരത്തെ ആക്രമണം. മുസ്ലിങ്ങൾ എന്തു വേണമെന്നറിയാതെ പരക്കം പായുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ അമ്പുകൾ തുരുതുരെ വരാൻ തുടങ്ങി. കുന്തങ്ങൾ ചീറി വന്നു. ഒരു കൂട്ടം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊതിഞ്ഞു നിന്നു. പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ മുമ്പിലുണ്ടായിരുന്നു കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിം സൈന്യം സജ്ജമായി.